ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കാംബ്ലി ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതിനെപ്പറ്റിയുള്ള മുഴുവൻ ട്യൂട്ടോറിയലും ഇന്നത്തെ വീഡിയോ കഴിയുമ്പോഴത്തേക്ക്, അതായത് കാംബ്ലി ആപ്പിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഇന്നത്തെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ കാംബ്ലി ആപ്പ് എന്തെന്ന് അറിയാതെ തമ്പനയിൽ മാത്രം കണ്ടുവന്നവരോട് അതിനെ ചെറുതായിട്ട് ചുരുക്കിയൊന്ന് പറഞ്ഞു തരാം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനും അതുപോലെ തന്നെ പറയാനും നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു മികച്ചൊരു ആപ്പാണ് കാംബ്ലി. ഇതിലൂടെ നമുക്ക് ഒരുപാട് അധ്യാപകന്മാരെയും ടീച്ചേഴ്സിനെയും ഒക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണുക. പൂർണ്ണമായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കാംബ്ലി ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. അതിന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ പോയിട്ട് ജസ്റ്റ് കാംബ്ലി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാംബ്ലി എന്നുള്ള ഒരു ആപ്പ് കാണും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തത് കൊണ്ട് ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. നേരെ ആപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിങ്ങനെ ഒരു പേജാണ് കാണാൻ സാധിക്കുക. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ, കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക്, ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ ഒരു പേജ് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് അക്കൗണ്ട് എന്നത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ്, അതുപോലെ തന്നെ ഫോൺ നമ്പർ, നിങ്ങളുടെ ജെൻഡർ, റെഫറൽ കോഡ് മുതലായവ. റെഫറൽ കോഡ് ഓപ്ഷനാണ്, അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള സ്ഥലത്ത് പ്രസ് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജായിരിക്കും നിങ്ങൾക്ക് തുറന്ന് കിട്ടുക. ഇവിടെ 4 ഓപ്ഷൻസ് കാണുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ആദ്യം തുറന്നാൽ നിങ്ങൾക്ക് കാണാം ചൂസ് എ പ്ലാൻ, അതുപോലെ തന്നെ ഷെഡ്യൂൾ ലെസൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കതൊന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. ശേഷം നിങ്ങളിവിടെ സെർച്ച് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടാകും, അവിടെ ക്ലിക്ക് ചെയ്യുക രണ്ടാമതായിട്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ട്യൂട്ടേഴ്സിൻ്റെ ഫോട്ടോകളും അവരുടെ പേരുകൾ കാണാൻ സാധിക്കും. കിംബോ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണോ വേണ്ടത്, ഞാൻ തൽക്കാലം ഇവിടെ ബെന്നി കോസിയെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ബെന്നി കോസിയെ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു പ്രൊഫൈലാണ് കാണാൻ സാധിക്കും. പ്രൊഫൈൽ വീഡിയോ, പ്രാക്ടീസ് ഇംഗ്ലീഷ്, മെസ്സേജ്. പ്രൊഫൈൽ വീഡിയോ എന്നത് ഇവരെ കുറിച്ചുള്ള ലഘുവായിട്ടുള്ളൊരു വീഡിയോ. അതുപോലെ തന്നെ വെച്ചാൽ ഇവരുടെ കൂടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുക. മെസ്സേജ് ഇവർക്ക് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ ഇവരെ നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചറായിട്ട് കിട്ടണമെങ്കിൽ, ട്യൂട്ടറായിട്ട് കിട്ടണമെങ്കിൽ മുകളിൽ കാണുന്ന ഈ ഹാർട്ട് സിമ്പിൾ പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ടിഫൈ മീ വെൻ ദിസ് ട്യൂട്ടർ ഈസ് ഓൺലൈൻ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവർ ഓൺലൈനിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ശേഷം നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓരോ കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബേസിക് കോൺവെർസേഷൻ ടോപ്പിക്സ്, അതുപോലെ തന്നെ ബിസിനസ് ഇംഗ്ലീഷ്, ലൈഫ് ഇൻ ഇൻ്റർനെറ്റ് ഏജ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കോഴ്സുകൾ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇതിൻ്റെ ഇംഗ്ലീഷൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഓപ്ഷൻ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. സബ്സ്ക്രൈബ്, മെസ്സേജ്, ഫ്രീ മിനിറ്റ്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലൂടെ വീഡിയോ കോളും മറ്റും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം സബ്സ്ക്രൈബ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്ത സമയത്ത് ഇതുപോലൊരു പേജ് നിങ്ങൾക്ക് തുറന്നു വരും. സെറ്റ് യുവർ വീക്ക്ലി അജണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 15 മിനിറ്റ്സ് പെർ ഡേ, അതുപോലെ തന്നെ 3 ഡേയ്സ് പെർ വീക്ക്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഏതൊക്കെ വേണോ അതൊക്കെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്ത ശേഷം സെലക്ട് പ്ലാൻ എന്നുള്ളത് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ വരും. പേയ്മെൻറ്റ് ഇൻഫർമേഷൻ. നിങ്ങൾക്ക്
മാസ്റ്റർ കാർഡ് ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യണോ, അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യണോ എന്നുള്ള രീതിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് യോജിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കൊടുത്ത ശേഷം നമ്മുടെ എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ട് കംപ്ലീറ്റ് പർച്ചേസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് പേയ്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ കാംബ്ലി ഓൾ പ്ലാൻസ് ന്യൂ ഇയർ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ ഇമെയിൽ, ഫോൺ നമ്പർ, നമ്മുടെ ഇതൊക്കെ ഓപ്ഷണലാണ്. എല്ലാം കൊടുത്ത ശേഷം ഏതൊക്കെയാണ് വേണ്ടതെന്ന് കൊടുത്ത ശേഷം നമ്മൾ തൽക്കാലം കൊടുക്കുക. ഏതൊക്കെ നമുക്ക് വേണ്ടത് അനുയോജ്യമായത് കൊടുത്തിട്ട്, ചെറിയ ചെറിയ പ്ലാൻസ് ഒക്കെ ഉണ്ട്, 1 month ഒക്കെ ഉണ്ട്. അപ്പോൾ അനുയോജ്യമായത് കൊടുത്തിട്ട് പേ ചെയ്യുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് എനിക്കിപ്പോൾ ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ചോദിക്കും. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ തുടർന്ന് പ്രൊസീഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള ട്യൂട്ടേഴ്സുമായിട്ട് നിങ്ങൾക്ക് ലൈവ് വീഡിയോ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ മുമ്പ് കാണിച്ചു തന്നതുപോലെ ഇവിടെ ഞാനിപ്പോൾ ഒരു ട്യൂട്ടറെ സെലക്ട് ചെയ്യുകയാണ്. തൽക്കാലം കിംബോയെ സെലക്ട് ചെയ്തിട്ട് അവരുടെ പ്രാക്ടീസ് ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സബ്സ്ക്രൈബ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇവരുമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും, അതുപോലെ തന്നെ മെസ്സേജ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ചുരുങ്ങിയ പ്ലാനിൽ നമുക്ക് നന്നായി ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പറയാനുള്ളത്, ഇവിടെ തന്നെ നമുക്ക് മെസ്സേജസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ സംഭവം നമുക്ക് വന്ന മെസ്സേജുകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. ശേഷം ഫ്രീ മിനിറ്റ്സിൽ നമ്മളിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഈ ആപ്പിൻ്റെ ലിങ്ക് വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ ഇതര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഷെയർ ചെയ്താൽ നമുക്ക് ഫ്രീ ആയിട്ട് മിനിറ്റുകൾ കൂടുതൽ കിട്ടുന്നതായിരിക്കും. പിന്നെയുള്ളത് ഫേവറേറ്റ് ട്യൂട്ടേഴ്സ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട ട്യൂട്ടേഴ്സിനെ നമ്മൾ ആരൊക്കെയാണോ ഫേവറേറ്റ് ആക്കിയത് അവരുടെ ലിസ്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. പിന്നെ റെഫറൽ കോഡ്, നമ്മുടെ റെഫറൽ കോഡ് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് ബാക്കിയുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാം. അതുമൂലം നമുക്ക് ഫ്രീ മിനിറ്റ്സ് ഉണ്ടാക്കാൻ സാധിക്കും. റിസർവേഷൻ എന്നത് നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ റിസർവേഷൻ അടിച്ചു കൊടുത്താൽ നമ്മുടെ മിനിറ്റും കാര്യങ്ങളും ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു പുതിയ ട്യൂട്ടറെ റിസർവ് ചെയ്യാൻ പോവുകയാണ്. നമ്മളൊരു പുതിയ ട്യൂട്ടറെ റിസർവ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളിതിന് പേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അവരെ റിസർവ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ആപ്പിലൂടെ നമുക്ക് ലഭിക്കാനുണ്ട്. തീർച്ചയായും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാംബ്ലിയുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായെങ്കിൽ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നല്ല നല്ല വീഡിയോസും അതാത് സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി മുതൽ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിട്ട് മാത്രമായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.